140 ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഇന്ന് ധാന്യം കയറ്റുമതി ചെയ്യാണ്. എങ്ങനെയാണ് സ്വാമിനാഥൻ ഈ പറയുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് എത്തിയത്? ഏറ്റവും കൂടുതൽ ധാന്യമുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആവുക എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും സംശയമില്ല. ഒരുപക്ഷേ സൗത്ത് നോർത്ത് ഡിവൈഡിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെയും അതിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും MS സ്വാമിനാഥന് കൊടുത്തത് ശേഷം കിട്ടുന്ന ആദ്യ മലയാളി. അതെ. അതുപോലെ തന്നെ ഈ അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും, ഇത് നമ്മൾ നേരത്തെ നരസിംഹറാവുവിനും അതുപോലെ തന്നെ LK അദ്വാനിക്കും കൊടുത്തതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കർപ്പൂരി ഠാക്കൂറും LK മണ്ഡലും കമണ്ടലിനെയും കോക്ടെയിൽ ചെയ്തു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാണ് അല്ലെങ്കിൽ മണ്ഡലിൻ്റെ രണ്ടാം യുഗം എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നതെങ്കിൽ നിതീഷ് അത് വെച്ച് കെട്ടിപ്പോയതുകൊണ്ട് ഇനിയിപ്പോൾ രാഹുലിന് അത് ഉയർത്താൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതവിടെ സ്റ്റോൾഡാണ് ആ വിഷയം. ഉന്നയിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് അതിനുകൊണ്ട് അത് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ രണ്ടും, അതായത് മണ്ഡലും കമണ്ടലും കോക്ടെയിൽ ചെയ്യാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു രാഷ്ട്രീയ വിജയം കൂടി ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. ഈ അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന നിതീഷിനെ, ഇതിൻ്റെയൊക്കെ എന്താ പറയുക, സ്ഥാപകൻ എന്ന് വിളിക്കാവുന്ന നിതീഷ് കുമാറിനെ NDAയിൽ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടി എന്നുള്ളത്, RLDയെ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടി എന്നുള്ളത് രാഷ്ട്രീയ വിജയം തന്നെയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ വെറും രാമക്ഷേത്രം മാത്രമായിരിക്കില്ല, മറ്റു വിഷയങ്ങളുണ്ടാകും എന്നുള്ള നമ്മുടെ പഴയ തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ധാർമ്മികതയില്ലാത്ത ഇപ്പോൾ ചാണക്യതന്ത്രമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതൊരു വലിയ വിജയമായിട്ട് വലിയ അഭിമാനത്തോടു കൂടി തന്നെ അഭിമാനത്തോടെ ആളുകൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഇനിയും ഇങ്ങനെ ബോധ്യപ്പെടാതെ ഇങ്ങനെ കിണറ്റിൽ കഴിയുന്ന കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണല്ലോ, കൊടുത്തിട്ട് വാങ്ങിയാണല്ലോ. നികേഷ് സാർ പറഞ്ഞല്ലോ, കൊടുത്തിട്ടല്ല, അത് ഇറ്റ്സ് ജസ്റ്റ് ആൻ ഐസിംഗ് ഓൺ ദ കേക്ക്. പാർട്ടി എങ്ങോട്ട് എടുക്കുന്നു, ഇന്ന സ്ഥലത്ത് സീറ്റ് തരാമെന്ന് പറയുന്നു, ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണല്ലോ. വാഗ്ദാനങ്ങളുടെ പുറത്താണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. MLA-മാരെ മാത്രം കണക്ക്. MLA-മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്നിപ്പോ BJPയിൽ ആരാ ഉള്ളത്? പഴയ കോൺഗ്രസ്സുകാരല്ലേ ഉള്ളത്, അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയ എത്രയധികം രാഷ്ട്രീയ പാർട്ടികളെ BJP തകർത്തു, എത്രയധികം ആളുകളെ BJP, എത്രയധികം അഴിമതിക്കാരെ BJP സ്വന്തം പാളയത്തിൽ എത്തിച്ച് തുടർന്നും അവരെ അഴിമതി അജിത് പവാർ ഇപ്പൊ എന്താണ്? അജിത് പവാർ ഇപ്പൊ എന്താണ്? ഒരു കുഴപ്പമില്ലാത്ത ആളായി. ഒടുവിലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സിദ്ദിഖി എന്ന് പറയുന്ന ഒരാൾ BJPയിലേക്ക് പോയല്ലോ, അല്ല അജിത് പവാറിന്റെ പാർട്ടിയിലേക്ക് പോയല്ലോ. എന്താ കാര്യം? അയാൾക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നടക്കുന്ന അഴിമതിക്കാരായ ആളുകളുടെ കൂടാരമായി NDA മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇത് തകരാൻ പോകുന്നത്, സുജിയെ എഴുതി വെച്ചോളൂ, ഇത് തകരാൻ പോകുന്നത് ഈ അഴിമതിക്കാരെ കൊണ്ടും ഈ പറയുന്ന ദുഷ്ടശക്തികളെ കൊണ്ടുമായിരിക്കും എന്നുള്ളതാണ്. ജനസംഘം അതിനൊരു റോൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് പിന്നീട് BJP ആയ ഘട്ടത്തിൽ ഞാൻ തന്നെ പാർലമെൻറ്റിൽ അദ്വാനിയുടെ പ്രസംഗം കണ്ടു. ഞങ്ങളെ പാർട്ടി വിത്ത് ഡിഫറൻസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ്. എങ്ങനെയാണെന്നറിയാമോ? അഴിമതിക്കാരുടെ കൂടാരമായ ഒരു വ്യത്യസ്തതയാണ് ഇന്ന് BJPക്ക് അവകാശപ്പെടാൻ കഴിയുക. UPA കാലത്തെ അഴിമതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രവും പാർലമെന്റിൽ വന്നിരുന്നു. ആ സംവിധാനത്തെ ഇങ്ങനെ UPA കാലത്തെ അഴിമതിയിൽ നിന്നാണല്ലോ ഞങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ടാണെന്നേ ഞങ്ങളെ പുറത്താക്കിയത്. അപ്പൊ 2014 നടന്ന കാര്യങ്ങൾ 2024 ധവളപത്രം ഇറക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും കാണിക്കാൻ, എന്ന് വെച്ചാൽ BJPക്ക് ഒന്നും കാണിക്കാനില്ല, ഒന്നും കാണിക്കാനില്ല. അല്ല, പ്രോഗ്രസ് റിപ്പോർട്ട് പ്ലസ് കെടുകാര്യസ്ഥതയും അഴിമതിയും രണ്ടും കൂടി ചേർത്ത് തന്നെയാണ്. അതൊരു കംപ്ലീറ്റ് ഡിഷാണ് സർ. ഏതായാലും ആ ഡിഷൊക്കെ ഇപ്പൊ എന്തായാലും വിറ്റുപോകും. ഈ രാഷ്ട്രീയ തന്ത്രമാണെന്നുള്ള കാര്യത്തിൽ 3 പേർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നല്ല തന്ത്രം എന്നുള്ളതാണ്. Meet the editors.